എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗൂസ്ബറി ടോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനലിൻ്റെ പേരിന് വലതുവശത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങളുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഒന്ന് മൃദുവായി അമർത്തുക. മുന്നോട്ട് പോകുമ്പോൾ ഈ ചാനലിൽ കാണുന്ന നല്ലതും എന്നാൽ ഞാൻ തിരുത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശമായി രേഖപ്പെടുത്തുക. ഇന്ന് ഞങ്ങൾ അധ്യാപകർ, സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 അധ്യാപകരുടെ റിട്ടയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് നടത്തിയ ഒരു യാത്രയുടെ അതിൽ ഒരു സ്ഥലത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. ഞങ്ങൾ നടത്തിയ യാത്ര തൃശ്ശൂർ പട്ടണത്തിലേക്കാണ്. നമുക്കറിയാം, തൃശ്ശിവപ്പേരൂർ എന്ന പദം ലോപിച്ച് ഉടലെടുത്ത വാക്കാണ്. തൃശ്ശിവപ്പേരൂർ എന്ന് പറഞ്ഞാൽ തൃക്കണ്ണുള്ള ശിവൻ്റെ പേരോടുകൂടിയ ഊര്. ആയിരത്തി 1885 തൃശ്ശൂരിൽ പ്രവർത്തനം ആരംഭിച്ച മൃഗശാലയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കാഴ്ച. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലയാണ് ഇത്. തൃശ്ശൂർ നഗരമധ്യത്തിൽ 13.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. വിവിധതരം പക്ഷികളും മൃഗങ്ങളും ഉരഗങ്ങളും ഈ മൃഗശാലയിൽ വസിക്കുന്നുണ്ട്. ഈ മൃഗശാലയുടെ ഒരു പ്രധാന ആകർഷണമാണ് റിയപ്പക്ഷികളും കുഞ്ഞുങ്ങളും. കൂറ്റൻ കാലുകൾ, നീളമുള്ള കഴുത്ത്, 3 വിരലുകളുള്ള പാദങ്ങൾ എന്നിങ്ങനെ നമുക്ക് തിരിച്ചറിയപ്പെടാവുന്ന ജനുസിൽപ്പെട്ട പറക്കമുറ്റാത്ത റാറൈറ്റ് പക്ഷികളുടെ പൊതുനാമമാണ് റിയ. തെക്കേ അമേരിക്കൻ സ്വദേശികളാണ് ഈ റിയ പക്ഷികൾ. ഇവയ്ക്ക് ആഫ്രിക്കൻ ഒട്ടകപ്പക്ഷികൾക്കും ഓസ്ട്രേലിയൻ എമുകൾക്കുമൊക്കെയായിട്ട് നല്ല സാമ്യമുണ്ട്. ഈ മൃഗശാലയിലെ പ്രധാന ഇനം പക്ഷികൾ, നീർപക്ഷികളുടെ ഇനത്തിൽ കരണ്ടിക്കൊക്കൻ കൊക്ക്, ചാരമുണ്ടി, വെള്ളക്കൊക്ക്, വെൺകൊതുമ്പനം, പുള്ളിച്ചുണ്ടൻ, വലിയ വയൽ നായ്ക്കൻ എന്നീ ഇനത്തിലുള്ള പലതരത്തിലുള്ള നീർപക്ഷികളുണ്ട്. വിദേശ പക്ഷികളായിട്ട് മക്കൗ, ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കൗ, ഗ്രീൻ മക്കൗ, കറുത്ത അരയന്നം, ഒട്ടകപ്പക്ഷി, ഗ്രേറിയ, വൈറ്റ് റിയ എന്നീ തരത്തിലുള്ള വിദേശ ഇനം പക്ഷികളും, അതോടൊപ്പം തന്നെ മറ്റു പക്ഷികളായിട്ട് കൃഷ്ണപ്പരുന്ത്, ചക്കിപ്പരുന്ത്, മയിൽ, യമു, കടൽപ്പരുന്ത്, വിവിധ ഇനം തത്തകൾ, ഗോൾഡൻ ഫെസൻറ്റ്, സിൽവർ ഫെസൻറ്റ് തുടങ്ങിയ മറ്റ് ചില പക്ഷികളുമൊക്കെ ഈ മൃഗശാലയുടെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളാണ്.
ഈ കാണുന്നത് കുറുക്കനും കുറുനരിയെയും പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളാണ്. കേരളത്തിൽ കുറുക്കന്മാരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. വളരെ അപൂർവമായി മാത്രമേ ഇവയെ കാണാറുള്ളൂ. എന്നാൽ കുറുനരികൾ ധാരാളമായി ഇപ്പോഴുമുണ്ട്. ഒറ്റ നോട്ടത്തിൽ സമാനമെന്ന് തോന്നിക്കുന്ന രണ്ട് സസ്തനി മൃഗങ്ങളാണ് കുറുക്കൻ, അല്ലെങ്കിൽ നമ്മൾ ഫോക്സ് എന്ന് വിളിക്കുന്ന കുറുക്കനും ജാക്കൽ എന്ന് അറിയപ്പെടുന്ന കുറുനരി. ഈ കാണുന്നത് സെർവിഡായി കുടുംബത്തിൽപ്പെട്ട സസ്തനിയായ മാനാണ്. കേരളത്തിൽ കാണപ്പെടുന്ന 3 ഇനം മാനുകൾ ഇവിടെയുണ്ട്. മലമാൻ അല്ലെങ്കിൽ മ്ലാവ് എന്നറിയപ്പെടുന്ന കലമാൻ, ചെമ്പു നിറത്തിൽ വെളുത്ത പുള്ളികളോടെ കാണപ്പെടുന്ന പുള്ളിമാൻ, തവിട്ട് നിറത്തിൽ കവരങ്ങളുള്ള കൊമ്പോട് കൂടിയ കേഴമാൻ. ഈ 3 ഇനത്തിലുള്ള മാനുകൾ ഈ മൃഗശാലയുടെ വലിയ ആകർഷണമാണ്. ഈ കാണുന്നതാണ് നാഗലിംഗ മരം. നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ കാനൻ ബോൾ ട്രീ എന്നാണ് വിളിക്കുന്നത്. ഉഷ്ണമേഖലാ വനങ്ങളിൽ കാണപ്പെടുന്ന ഇടത്തരം വൃക്ഷമാണ് നാഗലിംഗ മരം. സർപ്പം പത്തി വിടർത്തിയതുപോലെ പൂക്കൾ ഉണ്ടാകുന്ന ശാഖകൾ സർപ്പങ്ങളെപ്പോലെ മരത്തെ ചുറ്റി വരിഞ്ഞ് കാണപ്പെടുന്നു. ശിവലിംഗമായി കരുതി ആരാധിക്കുന്ന നാഗങ്ങളെ പോലുള്ള പൂങ്കുലകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ നാഗലിംഗ മരം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നീർക്കുതിരകൾ. സസ്യഭുക്കായ ഒരു വലിയ സസ്തനിയാണ് നീർക്കുതിര അഥവാ ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോസ് എന്നതിന് കുതിരയെന്നും പൊട്ടാമസ് എന്നതിന് നദിയെന്നുമാണ് അർത്ഥം. പൊതുവെ ഇവയ്ക്ക് ഉയരം കുറവാണ്. ആഫ്രിക്കൻ വൻകരയാണ് നീർക്കുതിരയുടെ ജന്മദേശം. പ്രധാനമായി 3 ഹിപ്പോപ്പൊട്ടാമസുകളാണ് ഈ തൃശ്ശൂർ മൃഗശാലയിൽ അവർ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് പെലിക്കൺ പക്ഷികൾ. പക്ഷിവർഗത്തിൽ തന്നെ പെടുന്ന ഈ പെലിക്കൺ പക്ഷികൾ പറക്കുകയും നീന്തുകയും ഒക്കെ ചെയ്യും. നീണ്ട കൊക്കുകളും ഇരയെ പിടിച്ചിട്ട് വിഴുങ്ങുന്നതിന് മുൻപ് വെള്ളം വാർത്തിക്കളയാൻ ഉതകുന്ന തരത്തിൽ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന വലിയ സഞ്ചിയുമൊക്കെ ഇവയുടെ വലിയ പ്രത്യേകതയാണ്. പെലിക്കനുകൾ വളരെ വേഗത്തിൽ പറന്നു വന്ന് ജലാശയങ്ങളിൽ നിന്ന് മീൻ കൊത്തിപ്പിടിക്കാൻ കഴിവുള്ളവയാണ്. സന്ദർശകരെ ഏറെ ആകർഷിക്കുന്ന ഒരു ആതിഥേയയാണ് ഈ കാണുന്ന ഒട്ടകപ്പക്ഷി. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ, എന്തിനേറെ മൊബൈൽ ഫോൺ പോലും ഇവൾ തട്ടിപ്പറിക്കും.
46 ഇനം ജീവിവർഗങ്ങളാണ് ഈ തൃശ്ശൂർ മൃഗശാലയിലുള്ളത്. 2 സിംഹവും 4 വീതം കടുവയും പുള്ളിപ്പുലികളും ഇവിടെയുണ്ട്. ഉരകവർഗത്തിൽപ്പെട്ട വിവിധ ഇനം പാമ്പുകളുടെ വിശാലമായ ശേഖരം തന്നെയുണ്ട് ഇവിടെ. ചേര, മലമ്പാമ്പ്, അണലി, മൂർഖൻ, മണ്ണൂലി, ഇരുതലമൂരി, കാട്ടുപാമ്പ്, വെള്ളിവരയൻ, ശംഖുവരയൻ, നീർക്കോലി, രാജവെമ്പാല, മുള അണലി, മഞ്ഞവരയൻ, കടൽപ്പാമ്പ്, അങ്ങനെ ഒട്ടുമിക്ക ഇനത്തിലുള്ള പാമ്പുകളും അതിൻ്റെ വിശാലമായിട്ടുള്ള ശേഖരം. പ്രിയമുള്ളവരെ, ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾ ചിലവഴിച്ച ഈ തൃശ്ശൂർ മൃഗശാലയിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്.
അതിൽ എൻ്റെ ക്യാമറയിൽ പകർത്താൻ സാധിച്ച ഏതാനും ചില സന്ദർഭങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും ഈ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ നഗരമധ്യത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ തൃശ്ശൂർ സൂവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദി. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി.